ഇപ്പോൾ നമ്മൾ കാണുന്ന ഡാമിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ തികച്ചും ക്യാമറ നിരോധിച്ചിരിക്കുന്ന മേഖലയാണ്. ഡാമിൻ്റെ അടിയിൽ കാണുന്ന ചെറിയതാണ് ഡാമിലേക്ക് ജനറേറ്റർ റൂം, KSEBയുടെ ബോർഡിൻ്റെ ഒരു ചെറിയൊരു ജനറേറ്റർ ബോർഡ്, സബ്സിഡറി ജനറേറ്ററി ബോർഡാണത്. അതിന് മുകളിൽ ഈ കാണുന്നതാണ് ഡാം. നമുക്കിവിടെ ഡാമിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് ദൃശ്യമാകുന്ന രീതിയിലാണ് എല്ലാം തന്നെ അതിനോട് ബന്ധപ്പെട്ട ഇതും. ഇതിന് അപ്പുറം ഇത്രയും തന്നെ 170 അടി മുകളിൽ തന്നെ അപ്പുറത്ത് ജലനിരപ്പുണ്ട് എന്ന് ആലോചിക്കണം. ഈ ഡാമിൻ്റെ അപ്പുറത്ത് ഇതുവരെ ഈ പോർഷൻ വരെ ജലം കവർ ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്കത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ അപ്പുറത്തേക്ക് മൊബൈൽ കയറ്റില്ല, മൊബൈലുകൾ കയറ്റില്ല അങ്ങോട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. മലനിരകൾ കൂടെ കാണാവുന്നതാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പരിസര പ്രദേശത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പോട്ടെ. സുശാന്ത്, നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെയധികം പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കാണാൻ നിലപ്പുറയിൽ പാറക്കെട്ടുകൾ കാണാൻ കഴിയും. ഞാൻ വളരെയധികം ക്ഷീണിതനല്ല, കാരണം ഈ കാലാവസ്ഥയിൽ എനിക്ക് ക്ഷീണം തോന്നുന്നില്ല. ഞങ്ങൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ സഞ്ചരിച്ചാണ്, അതെ അല്ലേ, 70-80 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ വളരെയധികം പ്രകൃതിരമണീയമായ സ്ഥലമാണ്. പ്രകൃതിരമണീയം ഞാൻ കൂടെ വെച്ചിരിക്കണമെന്ന് തോന്നുന്നത് എനിക്ക് വേറെ വാക്കുകൾ, നല്ല വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് അതുകൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നീ നമ്മൾ ഡാമിലേക്കാണ് പോകുന്നത്. ക്യാമറ നിശ്ചിതമായതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മിസ്റ്റർ രതീഷിനെ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും ദൃശ്യമാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് മഴമേഘങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നത് ഒന്ന് വളരെ ടച്ച് ചെയ്ത് പോകുന്നത്, ആ മലയെ ടച്ച് ചെയ്ത് പോകുന്നത്. ഈ ഭാഗത്തേക്ക് വരും കണ്ടോ, അവിടെ മഴമേഘങ്ങൾ ടച്ച് ചെയ്ത് പോകുന്ന നമുക്ക് ദൃശ്യമാണ്. സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. കണ്ടോ, ഫോഗാണ് ഫുള്ള്. അത്